ഇപ്പോൾ നമ്മുടെ സീലിംഗ് മുഴുവനും ചൂട് പിടിക്കും. ചൂട് പിടിച്ചിട്ട് നമ്മൾ ഫാൻ ഓൺ ചെയ്യുന്നു. ഓൺ ചെയ്യുന്ന സമയത്ത് ആ ചൂട് പിടിച്ചിട്ടുള്ള കാറ്റ് മുഴുവനും നമ്മുടെ റൂമിൽ ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യും. അപ്പോൾ എല്ലാ സംഗതികളും, അതായത് ബെഡ്, കസേര, മേശ, എല്ലതും അത് ചൂടാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സീലിംഗ് ചൂട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കൊക്കോപ്പിറ്റ് നമ്മൾ അതിന് മുകളിൽ വിരിക്കുന്നു. അപ്പോൾ ഇത് ഇട്ടാൽ മാത്രം പോരാട്ടോ, വേറെ സ്വിച്ച് ഓൺ ചെയ്യണം, ഫാനിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യണം. എന്നാൽ മാത്രമേ ആ കുളിർമ നമുക്ക് നമ്മുടെ റൂമിൽ ഫുള്ളായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിന് എത്ര ചെലവ് വന്നിട്ടുണ്ട് ഇത്രയും ചെയ്യാൻ? ഇതിപ്പോ 2 ടാർപോളിനുണ്ട്, ചകിരിച്ചോറുണ്ട്, ഇത്രയല്ലേ ഉള്ളത്. അങ്കിളിന്റെ വീട് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെറും 1000 രൂപയ്ക്ക് താഴെ ചെലവ് വന്നിട്ടുള്ളൂ. ഇതിപ്പോ ടെറസിന്റെ സൈസ് കൂടുന്നതോറും അതിനനുസരിച്ച് ഓരോരുത്തർക്കും ചെലവാകും അല്ലേ? ഓക്കെ. നമ്മുടെ റൂമിന്റെ നമുക്ക് അതിൽ അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സീലിംഗ്, അതായത് ജനുവരി ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ സീലിംഗിന് യാതൊരു കുറുമ്പും കാണിച്ചിരുന്നില്ല. പിന്നെ മാർച്ച് ഏപ്രിൽ മെയ് മാസം ആകുമ്പോഴാണ് ഇത് ചൂട് പിടിക്കുന്നതും